വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. 41ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അത് റിലേറ്റഡ് ടു ലെവി ഓഫ് ജി എസ് ടി ലെവി ചെയ്യുമ്പോൾ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണെങ്കിൽ എന്തൊക്കെ പ്രൊവിഷൻസ്, എങ്ങനെയൊക്കെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെവി ഓഫ് ജി എസ് ടി ഓൺ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ. In the case of interstate supply of goods or service or both, there is a single levy where the central government imposes integrated tax called IGST, Integrated Goods and Service Tax on supply of goods or service or both in the course of interstate trade or commerce. ഇവിടെ പറയുന്നത് ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സർവീസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ റിലേറ്റഡ് ടു ദ IGST ആക്ട്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രകാരമുള്ള ലോസ് ആണ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, however, the IGST collected by the central government shall be apportioned between the central government and the state government or union territories in the prescribed manner. IGST കളക്ട് ചെയ്യുന്ന ടാക്സ്, GST എന്ന് പറയുന്ന ടാക്സ് IGST ആക്ട് പ്രകാരമാണ് അത് കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ് അപ്പോർഷൻ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ UTGSTക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലാണ് അത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഏത് ആക്റ്റിലാണ് വരുന്നത്? IGST, അതായത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ പ്രകാരമാണ് ഇവിടെ GST ലെവി ചെയ്യുന്നത്. അത് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കളക്ട് ചെയ്യുന്ന IGST ടാക്സ് എന്ന് പറയുന്നത് ആർക്കൊക്കെ അപ്പോർഷൻ ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ആണ് എന്താണ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത്. So, as per section 7 subsection 1, where the location of the supplier and the place of supply are in two different states or two different union territories or state and a union territory, it shall be treated as the supply of goods in the course of interstate trade or commerce. സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഒരു സ്റ്റേറ്റിലും വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈയുടെ ലൊക്കേഷനും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണെങ്കിൽ അത് സ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സപ്ലൈനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നു. ഓക്കെ, as per section 7 subsection 2, supply of goods imported into the territory of India till they cross the customs frontiers of India shall be treated as a supply of goods in the course of interstate trade or commerce. ഇനി സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പറയുന്നത് ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ അത് ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ടിൽ ദേ ക്രോസ് ദ കസ്റ്റംസ് ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കസ്റ്റംസ് ഫ്രോണ്ടിയറിൽ ക്രോസ് ചെയ്യുന്നത് വരെ എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു? സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻഡർസ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് അല്ലെങ്കിൽ കോമേഴ്സ് ആയിട്ടാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ 2 സെക്ഷനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1ഉം സെക്ഷൻ 7 സബ്സെക്ഷൻ 2ഉം. സെക്ഷൻ 7 സബ്സെക്ഷൻ 1ൽ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇവിടെ സപ്ലയർ എന്ന് പറയുന്ന ആൾ ഏത് സ്റ്റേറ്റിലാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതേസമയം അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വേറെ സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നു.
ഇനി സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ക്രോസ് ചെയ്യുന്നത് വരെ, അതായത് കസ്റ്റംസ് ഫ്രോണ്ടിയർ കടക്കുന്നവരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിട്ട് കണക്കാക്കുന്നു ആസ് പെർ ദ ട്രേഡ് ആൻഡ് കോമേഴ്സ്. ട്രേഡ് ആയാലും കോമേഴ്സ് ആയാലും ഇങ്ങനെയാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരം ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? As per section 7 subsection 3, supply of service where the location of the supplier and the place of supply are in two different states, two different union territories or a state and a union territory shall be treated as a supply of service in the course of interstate trade or commerce. ഇവിടെ സെക്ഷൻ 7 സബ്സെക്ഷൻ 3 ആണ് പറയുന്നത്. അത് പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സപ്ലയർ ഇരിക്കുന്ന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നതും സപ്ലൈ ഓഫ് ഗുഡ്സ് ആ പ്ലേസ് വേറെയാണെങ്കിൽ, വേറൊരു സ്റ്റേറ്റോ വേറൊരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? സർവീസ് ആയിരിക്കും. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 3 പ്രകാരം പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നതിൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഒരു സ്റ്റേറ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അതേസമയം സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ആ സർവീസ് ആയിട്ട് പറയുന്നത്. ഇനി ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 4, സപ്ലൈ ഓഫ് സർവീസ് ഇമ്പോർട്ടഡ് ഇൻ ടു ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഷാൽ ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ ഓഫ് സർവീസ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ഓർ കോമേഴ്സ്. ഇനി ഈ സർവീസ് സപ്ലൈ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടഡ് സർവീസായിട്ട്, അതും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ടെറിട്ടറിയുടെ കസ്റ്റംസ് ഓഫ് ഫ്രോണ്ടിയർ കടക്കുന്നവരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ട്രേഡോ അല്ലെങ്കിൽ കോമേഴ്സോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ സെക്ഷൻ 7 സബ്സെക്ഷൻ 4 പ്രകാരം എന്തായിട്ടാണ് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മീനിങ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറഞ്ഞപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 7 സബ്സെക്ഷൻ 3 പ്രകാരം സപ്ലയറെ ലൊക്കേറ്റ് ചെയ്തത് വേറൊരു സ്റ്റേറ്റിലും അല്ലെങ്കിൽ വേറൊരു യൂണിയൻ ടെറിട്ടറിയിലും പ്ലേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റോ അല്ലെങ്കിൽ വേറൊരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സർവീസ് ആയിട്ട് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു 7 സബ്സെക്ഷൻ 4 ആണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് സർവീസ് അതുപോലെ തന്നെ ഇന്ത്യൻ ടെറിട്ടറിയിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തായിട്ട് പറയുന്നു? ഇൻഡർസ്റ്റേറ്റ് സർവീസ് ആയിട്ട് പറയുന്നു. അത് ട്രേഡോ കോമേഴ്സോ ആണ് എന്നുണ്ടെങ്കിലും കസ്റ്റംസ് ഓഫ് ഫ്രോണ്ടിയർ ഇന്ത്യയുടെ കടക്കുന്ന വരെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഡെഫിനിഷൻ എല്ലാ കുട്ടികൾക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ ദ ഫോളോയിങ് കേസസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ഓർ കോമേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 സെക്ഷൻ ഏതൊക്കെയാണ്? സെക്ഷൻ 7 1, 2, 3, 4 സബ്സെക്ഷൻ. ഇത് പ്രകാരമല്ലാതെ വേറെ ഏതൊക്കെയാണ് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയാലും ഗുഡ്സ് ആയാലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. വെൻ ദ സപ്ലയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലയർ ഇന്ത്യക്കാരനും സപ്ലൈ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. Supply of goods or service or both or by a special economic zone developer or SEZ unit. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഡെവലപ്പറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ യൂണിറ്റോ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇൻഡസ്ട്രിയേറ്റ് സപ്ലൈ ആയിട്ട് പറയുന്നു. Supply of goods or service or both in the taxable territory not being an intrastate supply and not covered elsewhere in this section. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ ടെറിട്ടറിയുടെ ഉള്ളിൽ വരികയും അതുപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ അല്ല, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറൊരു സെക്ഷനിലും കവർ ചെയ്യാത്ത സപ്ലൈ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈയിൽ പെടാത്തതും വേറെ ഒരു ടാക്സ് പ്രകാരം കവർ ചെയ്യാത്തതുമാണെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3 സബ്സെക്ഷൻ 4 അല്ലാത്ത 3 കേസുകൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലുള്ളവരാണ് സപ്ലൈ ചെയ്യുകയും ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഇൻട്രാ-സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പറോ യൂണിറ്റോ ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ അല്ല, അല്ലെങ്കിൽ വേറൊരു ആക്ട് പ്രകാരം അത് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് സീറോ റേറ്റഡ് സപ്ലൈ. എന്തിനെയാണ് സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് പറയുന്നത്? അതായത് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സെക്ഷൻ 16 ഓഫ് IGST ആക്ട് പ്രകാരമാണ് ഈ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. സീറോ റേറ്റഡ് സപ്ലൈ മീൻസ് എനി ഓഫ് ദ ഫോളോയിങ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ടു എ special economic zone developer or special economic zone unit. However, supply of non-alcoholic beverages to the SEZ unit shall not be treated as a zero rated supply. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 16 എന്താണ് പറയുന്നത്? ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഡെവലപ്പർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ യൂണിറ്റിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സീറോ റേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതേസമയം ഒരു നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ്, അത് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലേക്കാണ് അത് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല? സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സെക്ഷൻ 16 എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ദസ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഷാൽ ബി കൺസിഡേർഡ് ആസ് ഇഫക്റ്റീവ് സീറോ റേറ്റഡ് സപ്ലൈ. അപ്പോൾ ഇഫക്റ്റീവ് സീറോ റേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പോർട്ട് ഗുഡ്സ് ആണ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്സോ സർവീസോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് പറയാം. Similarly, a person engaged in providing service shall be considered as exporting the service and effecting zero rated supply if the service provided him satisfy the following conditions. അതേ സമയം ഒരു പേഴ്സൺ എൻഗേജ് ചെയ്തിട്ടത് സപ്ലൈ ഓഫ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് സീറോ റേറ്റഡ് സപ്ലൈ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അത് ഒരു എക്സ്പോർട്ടിംഗ് സർവീസ് ആയിരിക്കണം. ആ എക്സ്പോർട്ടിംഗ് സർവീസിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ? സെക്ഷൻ 16 പ്രകാരം സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. അത് ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് സർവീസ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. സപ്ലയർ എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, അയാൾ ആരായിരിക്കണം? ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ആരാണോ ആ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നത്, അയാളെയാണ് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ആ റെസിപ്പിയൻ്റ് എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് സർവീസ് മസ്റ്റ് ബി ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലൈ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആയിരിക്കണം. കൺസിഡറേഷൻ ഫോർ സപ്ലൈ മസ്റ്റ് ബി റിസീവ്ഡ് ബൈ ദ സപ്ലയർ ഇൻ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഈ സപ്ലയറിനോട്, അതായത് സപ്ലൈ ഓഫ് സർവീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? റിസീവ്ഡ് ബൈ ദ സപ്ലയർ. സപ്ലയർക്ക് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കണം? കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. Establishment supplying the service and the establishment receiving the service do not belong to same person. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സപ്ലൈ ഓഫ് സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് റിസീവ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കോട്ടെ, അത് സെയിം പേഴ്സണിൻ്റെ ആയിരിക്കാനായിട്ട് പാടില്ല.
ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ നമുക്ക് എന്തായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ, ഇഫക്റ്റീവ് സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് ഈ എക്സ്പോർട്ടിൻ്റെ കേസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സപ്ലയർ ഇന്ത്യക്കാരനായിരിക്കണം, റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആയിരിക്കണം, കൺസിഡറേഷൻ ലഭിച്ചിട്ടുള്ളത് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കണം, ഈ സപ്ലൈ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റും സെയിം പേഴ്സൻ്റെ ആയിരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ആസ് പെർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് മേ ബി അവെയിൽഡ് ഫോർ മേക്കിംഗ് സീറോ റേറ്റഡ് സപ്ലൈസ് നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദാറ്റ് സച്ച് സപ്ലൈ മേ ബി എക്സംപ്റ്റ് സപ്ലൈ. ഇനി സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം ഇവിടെ എന്താണ് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈസ് എങ്ങനെയാണ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ദാറ്റ് സച്ച് സപ്ലൈ മേ ബി എക്സംപ്റ്റ് സപ്ലൈ. ആ സപ്ലൈനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഹൗവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ സർട്ടൈൻ ഐറ്റംസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ഓഫ് ദ CGST ആക്ട്. അതേസമയം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എപ്പോൾ അവൈലബിൾ അല്ല, സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ഓഫ് ദ CGST ആക്ട് പ്രകാരമുള്ള സ്പെസിഫൈഡ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ലാത്ത കേസിൽ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സീറോ റേറ്റഡ് സപ്ലൈ സെക്ഷൻ 16 പ്രകാരമുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോവുകയാണ്. ദറ്റ് ഈസ് ദ കോമ്പോസിഷൻ ലെവി സെക്ഷൻ 10 ഇഫക്റ്റീവ് ഫ്രം 1 ഫെബ്രുവരി 2019 ആസ് പെർ CGST അമെൻമെൻറ്റ് ആക്ട് 2018. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് CGST ആക്ട് അമെൻമെൻറ്റ് 2019 1 ഫെബ്രുവരി 2019 തുടങ്ങിയിട്ടാണ് സെക്ഷൻ 9 അപ്ലിക്കബിൾ ആകുന്ന ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ പറയുന്നത് സെക്ഷൻ 10 ദറ്റ് ഈസ് ഇഫക്റ്റീവ് ഫ്രം 1 ഫെബ്രുവരി 2019 തന്നെയാണ്, പക്ഷേ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്നാണ് 2018 ആണ്. അപ്പോൾ സെക്ഷൻ 10 ആണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? A registered person whose aggregate turnover in the preceding financial year did not exceed 1.5 crore rupees may opt to pay in lieu of the tax payable by him an amount calculated at such rate as may be prescribed but not exceeding 1% of the turnover in state or turnover in union territory in case of a manufacturer, 5% of the turnover in state or turnover in union territory in case of persons engaged in making supplies referred to in clause B of paragraph 6 of schedule 2, that is the supply of food or any other article for human consumption or any drink other than alcoholic liquor, 1% of the turnover in state or union territory in case of other suppliers. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 10 ആണ്. 1 ഫെബ്രുവരി 2019 തുടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്ന സെക്ഷൻ 10 ഫസ്റ്റ് ക്ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടി രൂപയേക്കാൾ കൂടാനായിട്ട് പാടില്ല. അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് പ്രിസൈഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടിയേക്കാൾ കൂടാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ മേ ഓപ്റ്റ് ടു പേ ഇൻ ലിeu ഓഫ് ദി ടാക്സ് പേയബിൾ ബൈ ഹിം ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് സച്ച് റേറ്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നേരത്തെ പറഞ്ഞ ഓപ്ഷന് പുറമെ ഇദ്ദേഹത്തിന് ഈ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ടാക്സ് പേ ചെയ്യുന്ന കേസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വെക്കാവുന്നത്, നമുക്ക് താഴെ കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് താഴെ പറയുന്ന 3 കണ്ടീഷനേക്കാൾ കൂടാനായിട്ട് പാടില്ല. Okay, 1% of the turnover in state or turnover in union territory in case of a manufacturer. ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ സ്റ്റേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലായിക്കോട്ടെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1% ആണ്. എത്രയാണോ ടേൺ ഓവർ അതിൻ്റെ 1% ആണ് നമ്മൾ ടാക്സ് പേയബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇനി രണ്ടാമത്തെ കേസിൽ 5% ഓഫ് ദ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഓർ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറി ഇൻ കേസ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് സപ്ലൈസ് റെഫർഡ് ടു ഇൻ ക്ലോസ് ബി ഓഫ് പാരഗ്രാഫ് 6 ഓഫ് ഷെഡ്യൂൾ 2. നമ്മൾ നേരത്തെ ഷെഡ്യൂൾ 2-ൽ ഉള്ള പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടേൺ ഓവറിൻ്റെ 5% സ്റ്റേറ്റ് ആയിക്കോട്ടെ യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുത്തിട്ട് അതിൻ്റെ 5%ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി പാരഗ്രാഫ് 6 ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സപ്ലൈ ഓഫ് ഫുഡ് ഓർ എനി അതർ ആർട്ടിക്കിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഓർ എനി ഡ്രിങ്ക് അതർ ദൻ ആൽക്കഹോൾ ലിക്കർ. നമ്മളുടെ ഹ്യൂമൻ കൺസംഷന് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ കൺസംഷന് ആവശ്യമുള്ള എനി ആർട്ടിക്കിൾ ആയിക്കോട്ടെ, പക്ഷേ ഏതാവാനായിട്ട് പാടില്ല? ആൽക്കഹോളിക് ലിക്കർ ആവാൻ പാടില്ല. അല്ലാത്ത എനി ഡ്രിങ്ക് ഐറ്റംസോ അല്ലെങ്കിൽ എനി ഫുഡ് ഐറ്റംസോ എനി ആർട്ടിക്കിളോ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റോ ആയിക്കോട്ടെ യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ ആ ടാക്സബിൾ പേഴ്സൺ എത്രയാണ് ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടേൺ ഓവറിൻ്റെ 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 1% ഓഫ് ദ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ കേസ് ഓഫ് അതർ സപ്ലൈസ്. ആദ്യം പറഞ്ഞത് നമ്മൾ മാനുഫാക്ചറുടെ കേസാണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാരഗ്രാഫ് 6 ഷെഡ്യൂൾ 2 പ്രകാരമുള്ള ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ള ഫുഡോ എനി ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഡ്രിങ്കോ ആൽക്കഹോളിക് ലിക്കർ ആവാനായിട്ട് പാടില്ല. അതിന് 5% നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ടേൺ ഓവറിൻ്റെ 1% ആണ്. അത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിലാണെങ്കിലും പ്രശ്നമില്ല. ടേൺ ഓവറിൻ്റെ 1% ആണ് ഈ പറഞ്ഞ കേസിലെടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആവുകയും ടേൺ ഓവർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടിയേക്കാൾ കൂടുതലാണെങ്കിൽ ഈ സപ്ലയറുടെ ഒരു ഓപ്ഷൻ പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന പെർസെൻറ്റേജുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആ പെർസെൻറ്റേജ് നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജിനേക്കാൾ അല്ലെങ്കിൽ എമൗണ്ടിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. ഇനി രണ്ടാമത്തെ കേസിൽ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ടു ഓപ്റ്റ് ഇഫ് ഹീ ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ ദ സപ്ലൈ ഓഫ് സർവീസ് ആസ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 1 എബവ്. ഇനി ഈ രജിസ്റ്റേർഡ് പേഴ്സൺ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന് പുറമെ വേറൊരു ഓപ്ഷൻ, ഒരു എലിജിബിൾ ഓപ്ഷൻസ് രണ്ടാമതായിട്ട് പറയുന്നത് അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. ഇവിടെ പറയുന്ന കണ്ടീഷൻ ഫസ്റ്റ് വൺ എന്താണ്? ഹീ ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ ദ സപ്ലൈ ഓഫ് സർവീസ് ആസ് പ്രൊവൈഡഡ് ഇൻ സബ്സെക്ഷൻ 1 എബവ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്സെക്ഷനിൽ പെട്ടിട്ടുള്ളതാവാൻ പാടില്ല. അതായത് മാനുഫാക്ചററോ അല്ലെങ്കിൽ എനി അതർ ഹ്യൂമൻ കൺസംഷൻ ആവശ്യമുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നതാവാനായിട്ട് പാടില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഹീ ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദ ആക്ട്. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല? ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദ ആക്ട്. വേറെ ഒരു ടാക്സ് ആക്ട് പ്രകാരവും ടാക്സ് ലെവി ചെയ്യുന്ന ഒരു സപ്ലൈയിൽ ഇൻവോൾവ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനായിട്ട് പാടില്ല. ഹീ ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി ഇൻഡർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അതുപോലെ തന്നെ ഇൻഡർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ ആവാനായിട്ട് പാടില്ല. He is not engaged in making any supply of goods through an electronic commerce operator who is required to collect a tax at source under section 52. അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 52 പ്രകാരം ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ട് അദ്ദേഹം ആ ഒരു സോഴ്സിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. He is not a manufacturer of such goods as notified by the government on the recommendation of the council. CGST കൗൺസിൽ പ്രകാരം ഗവൺമെൻറ് സ്പെഷ്യലായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ അദ്ദേഹത്തിനും ഇത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഓപ്ഷന് എലിജിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. അതായത് താഴെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഒരു സ്പെഷ്യൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ 1ഉം 2ഉം ആണ് സെക്ഷൻ 10-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ഓപ്ഷൻ അവൈലബിൾ ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ലാപ്സ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദ ഡേ ഓൺ വിച്ച് ഹീസ്
aggregate turnover during the financial year exceeds the limit of 50 lakhs rupees. ഇവിടെ ഓപ്ഷൻ അവൈൽ ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് ടേൺ ഓവറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എക്സിഡ്സ് ദ ലിമിറ്റ് ഓഫ് 50 lakhs rupees. 50 ലക്ഷത്തിനേക്കാൾ മേലെയാണെങ്കിലാണ് ഈ രജിസ്റ്റേർഡ് പേഴ്സണ് ഈ ഓപ്ഷൻ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഷാൽ ലാപ്സ് ദ ഇഫക്റ്റ് ഫ്രം ദ ഡേ ഓൺ വിച്ച് ഹിസ് അഗ്രഗേറ്റഡ് ടേൺ ഓവർ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ദ ലിമിറ്റ് ഓഫ് 50 lakhs. 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ എന്നാണോ ആ അഗ്രഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് എക്സീഡ് ചെയ്യുന്നത്, അന്ന് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഓപ്ഷൻ അവൈൽ ചെയ്യാമെന്ന് പറഞ്ഞത് അതെന്തായി ചെയ്യപ്പെടും? ലാബ്സ് ആയിട്ട് പോകും. A taxable person to whom the provisions regarding compensation levy apply shall not collect any tax from the recipient on supplies made by him, nor shall be entitled to any credit of input tax. ഇവിടെ പറയുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ആ ടാക്സബിൾ പേഴ്സൺ അതുപോലെ തന്നെ പ്രൊവിഷൻസ് റിഗാർഡിംഗ് കോമ്പൻസേഷൻ ലെവി അപ്ലൈ, അതായത് ടാക്സ് ലെവി ചെയ്യുന്നതിൽ ഒരു കോമ്പൻസേഷൻ കിട്ടുന്ന പ്രൊവിഷൻ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഷാൽ നോട്ട് കളക്ട് എനി ടാക്സ്, ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. എനി സപ്ലൈ ആയിക്കോട്ടെ, അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഒരിക്കലും റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. നോർ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു എനി ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവൈൽ ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ 4 സിറ്റുവേഷനാണ് സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത് നമ്മൾക്ക് പഠിക്കാനുള്ളത്. 1 February 2019 തുടങ്ങിയിട്ടാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. CGST അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ 4 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? The objective of composition scheme is to bring simplicity and to reduce the compliance cost for the small taxpayers. ചെറിയ ടാക്സ് പേയേഴ്സിന് അവരുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് സിമ്പിൾ ആക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അതിൻ്റെ ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ 10 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ സെക്ഷൻ 10ൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് കോമ്പോസിഷൻ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലിസിറ്റി ആൻഡ് ടു റെഡ്യൂസ് ദ കംപ്ലയൻസ് കോസ്റ്റ് ഫോർ ദ സ്മോൾ ടാക്സ് പേയേഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി ആൻഡ് റെഡ്യൂസ് ദ കംപ്ലയൻസ് കോസ്റ്റ് ഓഫ് ദി സ്മോൾ ടാക്സ് പേയേഴ്സ്. ക്ലിയർ അല്ലേ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. Small taxpayers up to a turnover of 1.5 crore, that is 75 lakhs in the case of special category states being Manipur, Sikkim, Mizoram, Nagaland and Tripura, shall be eligible for composition of levy. 1.5 കോടി വരെയുള്ള ടേൺ ഓവറുള്ള സ്മോൾ ടാക്സ് പേയേഴ്സിനാണ് ഈ കോമ്പോസിഷൻ ടാക്സ് എന്ന് പറയുന്നത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി സ്പെഷ്യൽ സ്റ്റേറ്റുകൾ, അതായത് സിക്കിം, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ഈ 5 സ്റ്റേറ്റുകളിലും 75 ലക്ഷം വരെയാണ് ഈ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കോമ്പോസിഷൻ ഓഫ് ലെവി എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതർ സ്റ്റേറ്റ്സ് ആർ നോട്ട് ട്രേഡഡ് ആസ് എ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആസ് പെർ ദ അമെൻമെൻറ്റ് ആക്ട് 2018. വേറെ ഈ 5 സ്റ്റേറ്റ് അല്ലാതെ വേറൊരു സ്റ്റേറ്റിനും ഈ ഒരു അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. Suppliers opting for a composition levy need not worry about the classification of their goods or service or both. The rate is GST applicable, etc. ഇനി ഈ ഒരു കോമ്പോസിഷൻ ലെവിയിൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സപ്ലയേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു ബെനിഫിറ്റ് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു സിംപ്ലിസിറ്റിയും റെഡ്യൂസ് ഓഫ് കംപ്ലയൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കോമ്പോസിഷൻ ലെവിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സിൻ്റെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സർവീസിൻ്റെ കാറ്റഗറൈസേഷനെ കുറിച്ചിട്ട് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ GST അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റുകളെ കുറിച്ചും ഒരു വറി എടുക്കേണ്ട കാര്യം ആർക്കില്ല? ഈ നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത് അവെയിൽ ചെയ്യുന്ന സപ്ലയേഴ്സിന് എടുക്കേണ്ട കാര്യമില്ല. They need only to ascertain the aggregate value of outward taxable supplies and compute the tax thereon at a fixed rate regardless the actual rate of tax applicable on the outward supply. ഇനി ഔട്ട്വേർഡ് സപ്ലൈ ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദേ നീഡ് ഓൺലി ടു അസർട്ടൈൻ ദ അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ. ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈയുടെ മാത്രം ആ ടാക്സ് അവർക്ക് എന്ത് ചെയ്താൽ മതിയും? കളക്ട് ചെയ്താൽ മതിയും. ആൻഡ് കമ്പ്യൂട്ട് ദ ടാക്സ് ദർ ഓൺ അറ്റ് എ ഫിക്സഡ് റേറ്റ്. അതൊരു ഫിക്സഡ് റേറ്റിലുള്ള ടാക്സ് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയും. അതല്ലാതെ ആക്ച്വൽ റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സപ്ലൈയുടെ എടുക്കേണ്ട കാര്യമില്ല. ഒരു ഫിക്സഡ് റേറ്റ് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറി, ഇങ്ങനെയുള്ള കാറ്റഗറിയാണ് കോമ്പോസിഷൻ ലെവി അപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ ആണെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് മാത്രം, അതിന് മാത്രമായിട്ട് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. The prescribed rate of tax in this regard is, in the case of manufacturer, 1%, 0.5% CGST and 0.5% SGST of the turnover in the state or union territory. ഇനി മാനുഫാക്ചറേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ 1% ആണ് ഇവിടെ ടാക്സ് എന്ന് പറയുന്നത്. ആ 1%ൻ്റെ പകുതി ആർക്കായിരിക്കും? CGSTക്ക് ആയിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റിനും. 0.5% ആർക്കായിരിക്കും? SGSTക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. ക്ലിയർ ആയില്ലേ? അപ്പം മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ ടോട്ടൽ എടുക്കുന്നത് 1% ആണ്. അതിൻ്റെ പകുതി സെൻട്രൽ ഗവൺമെൻറ്റിനും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും കിട്ടുന്നത്. ഓഫ് ദ ടേൺ ഓവർ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അത് ടേൺ ഓവർമേളാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? 1% ടാക്സ് കണക്കാക്കുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് ഫുഡ് ഓർ റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിൽ 5% ആണ്. CGSTക്ക് പകുതി പോവും. അതായത് 2.5% സെൻട്രൽ ഗവൺമെൻറ്റിനും 2.5% ആണ് ആർക്ക് കിട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫുഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സപ്ലൈ ചെയ്യുന്ന സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ടേൺ ഓവറിൻ്റെ എത്ര ശതമാനം എടുക്കും? 5% എടുക്കും. അതിൻ്റെ പകുതിയാണ് ആർക്ക് വരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും കിട്ടുന്നത്. ഇൻ ദ കേസ് ഓഫ് അതർ സപ്ലയേഴ്സ്, മറ്റുള്ള സപ്ലയേഴ്സ് ആണെങ്കിൽ 1% നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഈ 1% എന്ന് പറഞ്ഞതിൻ്റെ പകുതി 0.5% ആർക്ക് വരും? സെൻട്രൽ ഗവൺമെൻറ്റിനും. ബാക്കി വരുന്ന 5% ആണ് ആർക്ക് വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വരുന്നത്. അപ്പോൾ ടേൺ ഓവർ നോക്കിക്കൊണ്ടാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റുകളാണ് ഇവിടെ വരുന്നത്. പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ 1%, ഫുഡോ റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിൽ 5%, മറ്റുള്ള സപ്ലൈസ് ആണെങ്കിൽ 1%. ക്ലിയർ ആയില്ലേ? അതിൻ്റെ പകുതി സെൻട്രൽ ഗവൺമെൻറ്റിനും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും വരാം. ഹൂ കനോട്ട് ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീം. ഇനി ആർക്കൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകാത്തത്? Manufacturers of tobacco, pan masala, ice cream, a person making interstate supplies, a casual taxable person or non-resident taxable person, business which supply goods through an e-commerce operator. ഇവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ടുബാക്കോ മാനുഫാക്ചർ ചെയ്യുന്നവർ, പാൻ മസാല, ഐസ്ക്രീം, ഇത് മൂന്നും മാനുഫാക്ചർ ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സൺ, ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ ആണെങ്കിൽ, ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിലും ഏത് സ്കീം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല? കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി കണ്ടീഷൻസ് ഫോർ അവൈലിംഗ് കോമ്പോസിഷൻ സ്കീം, എപ്പോഴൊക്കെയാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കാം? നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ബൈ എ ഡീലർ. ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവൈൽ ചെയ്തിട്ടില്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ദ ഡീലർ കനോട്ട് സപ്ലൈ GST എക്സംപ്റ്റഡ് ഗുഡ്സ്. GST എക്സംപ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യാത്ത ഒരു ഡീലറാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദ ടാക്സ് പെയർ ഹാസ് ടു പേ ടാക്സ് അറ്റ് നോർമൽ റേറ്റ്സ് ഫോർ ദ ട്രാൻസാക്ഷൻ അണ്ടർ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതുപോലെ തന്നെ ടാക്സ് പെയർ എന്ന് പറയുന്നത് ഹാസ് ടു പേ ടാക്സ് അറ്റ് നോർമൽ റേറ്റ്. നോർമൽ റേറ്റിൽ ടാക്സ് കൊടുക്കേണ്ട ഒരു ടാക്സ് പെയർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും? കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. If a taxable person has different segments of business like textiles, electronic goods, groceries, etc. under the same PAN, they must register all such business under the scheme collectively or opt out of the scheme. ഇനി ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുണ്ട്. പക്ഷെ അതിൻ്റെ സെയിം പാൻ നമ്പറാണ്, ബിസിനസ് ചെയ്യുന്നത് സെയിം പാനിലാണ് എന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്,
ടെക്സ്റ്റൈല്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഗ്രോസറീസ് ഇതെല്ലാം ചെയ്യുന്ന ഒരു ബിസിനസ് സെഗ്മെൻറ്റ് നടത്തുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അതും അതിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കളക്റ്റീവായിട്ടാണെങ്കിൽ എന്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്? നമ്മളുടെ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാവുന്നതാണ്. The taxpayer has to mention the words composition tax payable on every notice or signboard displayed prominently at their place of business and on the bills issued. ഇനി അദ്ദേഹത്തിൻ്റെ ബിസിനസ് എവിടെയൊക്കെയുണ്ട് ആ ബിസിനസ് സ്ഥാപനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ എല്ലാ ബില്ലിലും എന്ത് നോട്ട് ചെയ്യാണ്? കോമ്പോസിഷൻ ടാക്സ് പേയബിൾ എന്ന് പറയുന്ന ആ ഒരു ടേം അവർ യൂസ് ചെയ്യാണ്. സൈൻ ബോർഡായിട്ടോ അല്ലെങ്കിൽ ബില്ലിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കോമ്പോസിഷൻ ടാക്സ് പേയബിൾ എന്നുണ്ടെങ്കിൽ അവർക്കും ഈ കോമ്പോസിഷൻ ടാക്സ് എന്ന് പറയുന്ന സ്കീം അവൈൽ ചെയ്യാവുന്നതാണ്. ടു ഓപ്റ്റ് ഫോർ composition scheme, a taxpayer has to file GST CMP02 with the government. This can be done online by logging into the GST portal. GST portal ലോഗിൻ ചെയ്തുകൊണ്ട് ഓൺലൈൻ ലോഗിൻ ചെയ്തുകൊണ്ട് CMP02 എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് പെയർ ആണെങ്കിൽ GST CMP02 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്യുന്ന ഒരു ടാക്സ് പെയർ ആണെങ്കിൽ അതുപോലെ തന്നെ GST പോർട്ടലിൽ ഓൺലൈൻ ലോഗിൻ ചെയ്തിട്ടാണ് ഈ ഫയല് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും കോമ്പോസിഷൻ ടാക്സ് സ്കീം എന്ന് പറയുന്നത് അവൈൽ ചെയ്യാവുന്നതാണ്. A composition dealer should not issue a tax invoice. Instead, they can issue a bill of supply. ഇനി കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പകരം അവരെന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോമ്പോസിഷൻ സ്കീമിൽ അവൈൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. A composition dealer is required to file a quarterly return GSTR4 by 18th of the month after the end of each quarter and also an annual return GSTR9A by 31st December of the next financial year. ഇനി ഒരു കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ റിട്ടേണിൻ്റെ പേരാണ് GSTR4 എന്ന് പറയുന്നത്. എന്നാണോ ആ ക്വാർട്ടർ എൻഡ് ചെയ്യുന്നത് അതിൻ്റെ 18th നെക്സ്റ്റ് 18th GSTR4 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. ഇനി ആനുവൽ റിട്ടേൺ എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? 31st ഡിസംബറിന് മുമ്പായിട്ട് GSTR9A എന്ന് പറയുന്ന ഫോം പ്രകാരം എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്രയും കണ്ടീഷൻസ് ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്യുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ ഇത്രയും കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കോമ്പോസിഷൻ സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിളാണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് തന്നെ സ്മോൾ ടാക്സ് പേയേഴ്സിന് അഗ്രഗേറ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് റേറ്റ് ഫോളോ ചെയ്തുകൊണ്ട് ടാക്സിൽ അടയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതിന് പുറമെ നമുക്ക് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലെസ്സർ കംപ്ലയിൻസ്, returns, maintaining books of accounts and issue of invoices, reduced tax liability, simplicity in dealing, high liquidity as the taxes are at a lower rate. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? കംപ്ലയിൻസ് വളരെ കുറവാണ്. അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിക്കോട്ടെ, ബുക്ക് റെക്കോർഡ് ചെയ്യുന്നതായാലും, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കേസിലായാലും കംപ്ലയിൻസ് വളരെ കുറവാണ്. ടാക്സ് ലൈബിലിറ്റി റെഡ്യൂസ്ഡ് കോസ്റ്റാണ്. ഡീലിങ്സ് എന്ന് പറയുന്നത് വെരി സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ ലിക്വിഡിറ്റി ആസ് ദ ടാക്സസ് ആർ അറ്റ് എ ലോവർ റേറ്റ്. ഒരു റേറ്റ് മാത്രം തന്നെ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ആ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിക്വിഡ് ആയിട്ടുള്ള റേറ്റ് ആണ്. ഈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്, നോട്ട് പോസിബിൾ ഓൺ ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് പോസിബിൾ അല്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ബിസിനസ് ആക്ടിവിറ്റീസിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദ ടാക്സ് പെയർ വിൽ നോട്ട് ബി എലിജിബിൾ ടു സപ്ലൈ എക്സംപ്റ്റ് ഗുഡ്സ് ഓർ ഗുഡ്സ് ത്രൂ ആൻ ഇ-കോമേഴ്സ് പോർട്ടൽ. ഇ-കോമേഴ്സ് പോർട്ടൽ ത്രൂ ആയിട്ട് എക്സംപ്റ്റഡ് ഗുഡ്സോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ടാക്സ് പെയർക്ക് എന്തിന് എലിജിബിലിറ്റി ഇല്ല?
എക്സംപ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യാനോ ഇ-കോമേഴ്സ് പോർട്ടൽ വഴി എനി ഗുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ടോ സാധിക്കില്ല. ലിമിറ്റഡ് ചാൻസ് ഫോർ സർവീസ് പ്രൊവൈഡേഴ്സിന് ഈ കോമ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാൻസ് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഈ ചാൻസ് അവൈൽ ചെയ്യുന്നത് ആർക്കാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആ കാറ്റഗറിയിൽ പെടുന്നവർക്കാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 പറയുന്നത് എക്സംഷൻസ് ഫ്രം GST. GST അടയ്ക്കാതിരിക്കാനുള്ള എക്സംഷൻസ് ആർക്കൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ് സെക്ഷൻ 11 CGST ആക്ട് പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേർ ദ ഗവൺമെൻറ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ടു ഡു സോ ഇറ്റ് മേ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ബൈ നോട്ടിഫിക്കേഷൻ എക്സെപ്റ്റ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഐദർ ആബ്സല്യൂട്ട്ലി ഓർ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ്. ഗവൺമെൻറ്റിന് ഒരു പ്രൊവിഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിലുള്ളതാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സംപ്റ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്കത് GST എന്ന് പറയുന്നത് എക്സംപ്റ്റ് ചെയ്യാവുന്നതാണ്. The government under the circumstances of an exceptional nature to be stated exempt from payment of tax any goods or service or both on which tax is leviable. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഒരു എക്സെപ്ഷണൽ നേച്ചർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ അതുമേ ലെവി ചെയ്യുന്ന ടാക്സ് എക്സംഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെൻറ്റിനുണ്ട്. ആ പറയുന്ന സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ആ എക്സെപ്ഷണൽ നേച്ചറിലുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എക്സംഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. The government may insist an explanation in the notification regarding exemption of goods or service or both and exemption from the payment of tax. ഇനി വെറുതെ ഒരു എക്സംഷൻ എന്ന് പറഞ്ഞാൽ പോരാ, ക്ലിയർ ആയിട്ട് ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കണം? എന്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്? പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നിന്ന് എന്തുകൊണ്ട് അത് എക്സംഷൻ ഗുഡ്സ് ആയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള കാരണം ആര് ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എക്സംഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. This provision confers powers of the central government to exempt either absolutely or conditionally goods or service or both of any specified description from all or part of the central tax on the recommendations of the GST Council. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ടാക്സിൽ എക്സംഷൻ കൊടുക്കുന്നതിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ഓർ സർവീസസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സെൻട്രൽ ടാക്സ് GST കൗൺസിൽ പ്രകാരം ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു നോട്ടിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഗുഡ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. The central or state governments are empowered to grant exemptions from the tax subject to the following conditions. ഇനി എപ്പോഴൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ചില പ്രൊഡക്ട്സിനെ എക്സംപ്റ്റഡ് ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? എക്സംഷൻ ഷുഡ് ബി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് നോട്ടിഫിക്കേഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ. ദർ മേ ബി ആബ്സല്യൂട്ട് ഓർ കണ്ടീഷണൽ exemption by way of special order and not notification may be granted by citing the circumstances which are the exceptional nature. The GST law specifies that a registered person supplying the goods or services is not entitled to collect the tax higher than the effective rate where the supply enjoys an absolute exemption. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള എക്സംഷൻ ആണെങ്കിൽ, രണ്ടാമത് ഇഷ്യൂ ഓഫ് നോട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് അത് എക്സംഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ കണ്ടീഷൻസ് ആബ്സല്യൂട്ടോ അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടുള്ള എക്സംഷൻ കാറ്റഗറീസ് വരുന്നുണ്ടെങ്കിൽ, എക്സംഷൻ കൊടുക്കുന്നത് സ്പെഷ്യൽ ഓർഡർ, അതായത് നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അല്ലാതെ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഒരു എക്സംഷൻ കൊടുക്കുകയാണ്. അതിനുള്ള ഒരു എക്സംഷണൽ നേച്ചറുള്ള ഒരു സർക്കംസ്റ്റാൻസ്
സർക്കംസ്റ്റാൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ഓർഡർ പ്രകാരം അതെന്ത് ചെയ്യാവുന്നതാണ്, എക്സെംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല ജി എസ് ടി ലോയിൽ സ്പെസിഫൈ ചെയ്യാണ് സെർട്ടൈൻ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചില പേഴ്സൺസിനെ ആബ്സല്യൂട്ട് എക്സംഷൻ കാറ്റഗറിയിലേക്ക് ഉയർത്താം. അതായത് ഹയർ ദാൻ ദ ഇഫക്റ്റീവ് റേറ്റ്, ഇഫക്റ്റീവ് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് ഒരു റേറ്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ജി എസ് ടി ലോ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ആ കാറ്റഗറിയിലും സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു എക്സംഷൻ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കേസിലോ അല്ലെങ്കിൽ ടാക്സിൻ്റെ കേസിലോ കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? എങ്ങനെയൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഗുഡ്സിനെ എക്സംപ്റ്റഡ് ആക്കുന്നതും അതുപോലെ തന്നെ ഒരു ടാക്സ് എക്സംപ്റ്റഡ് ആക്കുന്നതും എന്തൊക്കെ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ ഓർ സ്പെഷ്യൽ ഓർഡർ, എന്നാണ് ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഇഫക്റ്റീവ് ഡേറ്റ് നമ്മളത് സാധാരണ പറയാറില്ല, വിത്ത് ഇഫക്റ്റ് ഫ്രം. ആ ഇഫക്റ്റീവ് ഡേറ്റ് ഏതായിരിക്കും? ദി ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓർ ദ സ്പെഷ്യൽ ഓർഡർ വിൽ ബി ദ ഡേറ്റ് which is so mentioned in the notification or special order. ഓരോ നോട്ടിഫിക്കേഷനിലും ഓരോ സ്പെഷ്യൽ ഓർഡറിലും ഒരു റെഫറൻസ് നമ്പർ ഉണ്ടായിരിക്കും, ഒരു റെഫറൻസ് ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റ് മുതലായിരിക്കും എന്ത് വരുന്നത്, ഇഫക്റ്റീവ് ആകുന്നത്. However, if no date is mentioned in therein, it would be date of the issue for the publication in the official gazette, date on which it is made available on the official website of the government department. ഇനി ഒരു സ്പെഷ്യൽ ഡേറ്റ് ഈ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലോ ഇല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണോ ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും വിത്ത് ഇഫക്റ്റ് ഫ്രം ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി അതല്ലാത്ത പക്ഷം നമുക്ക് എന്തായിട്ട് എടുക്കാം, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഓർഡർ എന്നാണോ അവൈലബിൾ ആകുന്നത് ആ ഡേറ്റാണ് നമ്മൾ ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷനോ സ്പെഷ്യൽ ഓർഡറോ ഇറക്കുന്ന സമയത്ത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ ഏത് ഡേറ്റാണോ ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് എടുക്കാം. ഇനി അതില്ലാത്തൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറോ ആണ് എന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്നാണോ അത് അവൈലബിൾ ആകുന്നത് ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. എക്സംഷൻ അണ്ടർ വൺ GST law ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ അനദർ GST law. ഒരു GST പ്രകാരം എക്സംഷനാണ്, വേറൊരു GST പ്രകാരം അത് ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്. An exemption under CGST Act will automatically exempt the same supply from the levy of tax under SGST and UT GST Act. CGST Act പ്രകാരം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന് പറയുന്നത് എക്സംഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെവിടെയും എക്സംഷൻ ആയിരിക്കും, SGSTയിലും അതുപോലെ തന്നെ UT GSTയിലും എക്സംഷൻ ആയിരിക്കും. ബട്ട് ദ കൺവേഴ്സ് ഈസ് നോട്ട് നെസസറിലി അപ്ലിക്കബിൾ. പക്ഷെ അതിനൊരു റിവേഴ്സ് വേറെ അപ്ലിക്കബിൾ ആകുന്നില്ല. ദാറ്റ് മീൻസ് എക്സംഷൻ അണ്ടർ ആൻ SGST or UT GST will not exempt a levy of tax under CGST Act. അതായത് SGST ആക്റ്റോ അല്ലെങ്കിൽ UT GST ആക്ട് പ്രകാരം അത് എക്സംഷൻ ആണെങ്കിൽ അത് CGST പ്രകാരം എക്സംഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അതേസമയം CGST ആക്ട് പ്രകാരം എക്സംഷൻ ആണെങ്കിൽ അത് SGSTയിലും അല്ലെങ്കിൽ UT GSTയിലും എക്സംഷൻ ആണ്. ക്ലിയർ ആയില്ലേ? Note, list of goods exempted is given in Appendix 1. Rate of GST are given in Appendix 2. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏതൊക്കെയാണ് അതിൽ ഗുഡ്സ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ റേറ്റ് ഓഫ് CGST എന്ന് പറയുന്നത് നിങ്ങൾക്ക് Appendix 1ഉം Appendix 2 ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞത് എക്സംഷൻ എന്ന് പറയുന്നത് CGST ആക്ട് പ്രകാരം എക്സംഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് SGSTക്കും UT GSTക്കും ബാധകമാണ്. അതേസമയം ST GSTക്കും UT GSTക്കും എക്സംഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ഏതിന് ബാധകമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ടാക്സിന്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് അത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 9th ചാപ്റ്റർ ഇന്നത്തെ സെഷനോട് കൂടി അവസാനിച്ചിട്ടുണ്ട്. തിയറി നന്നായി വായിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും ക്ലാരിഫൈ ചെയ്യാനും തയ്യാറാകണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.